സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുടെ യോഗ്യത വെട്ടിക്കുറച്ചത് യോഗ്യതയില്ലാത്ത CPM സഹയാത്രികരെ നിർണായക ചുമതലയിൽ നിയമിക്കാനുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗം. VCയുടെ അസാന്നിധ്യത്തിൽ VCയുടെ ചുമതല വഹിക്കേണ്ട PVC യോഗ്യതകളിൽ കുറവ് വരുത്താൻ നിയമഭേദഗതിയിലൂടെ തീരുമാനിച്ചത് CPM അനുകൂല അധ്യാപക സംഘടനകളിലെ നേതാക്കളായ അസോസിയേറ്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നതിന് വേണ്ടിയാണ്. നാളിതുവരെ പ്രൊഫസർ, പ്രിൻസിപ്പൽ പദവികളിലുള്ളവരെ മാത്രമാണ് PVC നിയമനത്തിന് പരിഗണിച്ചിരുന്നത്. സർക്കാർ കോളേജുകളിൽ പ്രിൻസിപ്പൽ നിയമനത്തിന് UGC യോഗ്യരായ CPM അധ്യാപക നേതാക്കൾ ഇല്ലാത്തതുകൊണ്ട് അസോസിയേറ്റ് പ്രൊഫസർമാർക്ക് പ്രിൻസിപ്പലിന്റെ ചുമതല നൽകുന്നതിന് സമാനമായാണ് അസോസിയേറ്റ് പ്രൊഫസർമാരെ PVCയുടെ യോഗ്യതകളിൽ ഇളവ് വരുത്തി നിയമിക്കുന്നത്. നിയമസഭയിൽ അവതരിപ്പിച്ച ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരുന്ന പ്രൊഫസർ യോഗ്യത CPMലെ ചില ഉന്നതരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി സർക്കാർ കുറവ് ചെയ്യുകയായിരുന്നു. സർവകലാശാലയിലെ രജിസ്ട്രാർ, പരീക്ഷാ കൺട്രോളർ, ഫൈനാൻസ് ഓഫീസർ, പ്ലാനിംഗ് ഡയറക്ടർ, ജോയിന്റ് രജിസ്ട്രാർ എന്നിവരുടെ താഴെ പദവിയിലുള്ള ഒരു അധ്യാപകൻ ആയിരിക്കും മേലിൽ PVC തസ്തികയിൽ നിയമിക്കപ്പെടുക. കേരള സർവകലാശാലയിൽ ദിവസവേതന ശമ്പള കാലയളവ് കൂടി കണക്കിലെടുത്ത് അസോസിയേറ്റ് പ്രൊഫസറായി വിവാദ നിയമനം നേടിയ CPM അധ്യാപക നേതാവിനെ കേരള സർവകലാശാലയിൽ PVC ആയി നിയമിക്കുന്നതിന് വേണ്ടിയാണ് യോഗ്യത കുറച്ചുകൊണ്ടുള്ള നിയമ ഭേദഗതിയെന്ന് ആരോപണമുണ്ട്. നിയമ ഭേദഗതി ബില്ല് തയ്യാറാക്കുന്നതിന് ചുക്കാൻ പിടിച്ച ചിലരും മറ്റ് സർവകലാശാലകളിലെ PVC തസ്തികകൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. 2025 UGC കരട് റെഗുലേഷനിൽ PVC തസ്തിക തന്നെ ഒഴിവാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ PVCയുടെ യോഗ്യതയിൽ ഇളവ് വരുത്തിയ നടപടി പിൻവലിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നിവേദനം നൽകി.